ഒരിക്കൽ ഗുരുനാനാക്ക് ഒരു മരപ്പണിക്കാരൻ്റെ ഗൃഹത്തിൽ ചെന്നു. അയാൾ ഗുരുവിന് ഉണങ്ങിയ റൊട്ടിയും മോരും വെള്ളവും നൽകി. അദ്ദേഹം വളരെ താല്പര്യത്തോടെ അത് കഴിച്ചു. ഒരു റൊട്ടി കൊണ്ടുപോകാൻ എടുക്കുകയും ചെയ്തു. ഇത് കണ്ട് ഗ്രാമത്തിലെ ധനികനായ റായ് ബുള്ളർ തൻ്റെ ഗൃഹത്തിലേക്ക് ഗുരുവിനെ ക്ഷണിച്ചു. നാനാക്ക് ക്ഷണം സ്വീകരിച്ചു. വിഭവസമൃദ്ധമായ ആഹാരം ധനികൻ ഒരുക്കിയിരുന്നു. പക്ഷേ അതിലൊന്നുപോലും ഗുരു സ്പർശിച്ചു പോലുമില്ല. ധനികന് സങ്കടമായി. അദ്ദേഹം കാരണം തിരക്കി. അതിനുത്തരമായി നാനാക്ക് തൻ്റെ കൈവശമുണ്ടായിരുന്ന ദരിദ്ര ഗൃഹത്തിൽ നിന്നും എടുത്തിരുന്ന ഉണങ്ങിയ റൊട്ടി ശക്തിയായി ഞെക്കി. അദ്ദേഹത്തിൻ്റെ വിരലുകൾക്കിടയിലൂടെ പാൽത്തുള്ളികൾ ഇറ്റിറ്റു വീണു. പിന്നീട് ധനികൻ ഒരുക്കിയ വിഭവത്തിൽ നിന്നും ഒരു പൂരി എടുത്ത് ഞെക്കി. അപ്പോൾ ഇറ്റിറ്റു വീണത് രക്തത്തുള്ളികൾ. ഇത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നവരോടായി ഗുരു പറഞ്ഞു, നോക്കൂ, ആ മരപ്പണിക്കാരൻ പകൽ അന്തിയോളം നന്നായി കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് ഈ റൊട്ടി. ആ സത്യസന്ധതയുടെ അടയാളമാണ് ഈ പാൽത്തുള്ളികൾ. റായ് ബുള്ളർ ധനം സമ്പാദിക്കുന്നത് അധർമ്മ മാർഗത്തിലൂടെ മാത്രമല്ല. അദ്ദേഹത്തിൻ്റെ ഭൃത്യജനങ്ങൾ അസംതൃപ്തരാണ്. അവർ ഉണ്ടാക്കിയ ഈ ആഹാരത്തിൽ നിന്നുള്ള രക്തത്തുള്ളികൾ അധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ഒരു ജീവിയുടെ സിരകളിലൂടെ രക്തത്തെ പാലാക്കി രൂപാന്തരപ്പെടുത്തുന്നത് സ്നേഹമാണ്. ആ സ്നേഹമാണ് ജീവിതത്തെ ധന്യമാക്കുന്നത്. രക്തം ചിന്തുന്നത് ക്രൂരതയുടെയും അധർമ്മത്തിൻ്റെയും ഫലമാണ്. ഉണക്കറൊട്ടിയിൽ നിന്നും ലഭിച്ച പാൽത്തുള്ളികൾ സ്നേഹത്തിൻ്റെ പ്രതീകമെങ്കിൽ പൂരിയിൽ നിന്നും രക്തത്തുള്ളികൾ വീഴുന്നതോ അത് എത്ര വലിയ ക്രൂരതയും അധാർമികതയുമാണ്. ഉണക്കഭോജ്യമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് ഒരുപാട് പേർക്ക് അനുഗ്രഹമാകും. അധാർമികമായി ധനം സമ്പാദിക്കുന്നത് ഭക്ഷിക്കാൻ രക്തം ശേഖരിച്ചു വയ്ക്കുന്നത് പോലെയാണ്. ഒരുപാട് ആളുകളും ധനസമ്പാദന വ്യഗ്രതയിൽ മറന്നുപോകുന്ന വസ്തുതകളാണ് സത്യം, നീതി, ധർമ്മം എന്നിവ. അല്പം ധനം സമ്പാദിക്കാനായാൽ കൂടുതൽ സമ്പാദിക്കുന്നതിനുള്ള വ്യഗ്രതയും അതിനോട് ചേർന്ന് ന്യായമല്ലാത്ത മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള പ്രേരണകളും ഉണ്ടാകുന്നു. തൽഫലമായി മിക്കവരും അധാർമിക മാർഗങ്ങൾ സ്വീകരിക്കുന്നു. എന്നാൽ വഞ്ചിച്ചും ചതിച്ചും കൊല നടത്തിയും സമ്പാദിക്കുന്നത് മാത്രമല്ല അധാർമിക മാർഗങ്ങൾ. വിശക്കുന്നവർ ഈ ലോകത്തിൽ ശേഷിക്കുന്നിടത്തോളം കാലം നാളേക്ക് സമ്പാദിച്ചു വയ്ക്കുവാൻ ആർക്കും അവകാശമില്ല. കാരണം ഇന്നിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞില്ലല്ലോ. വിശക്കുന്നവൻ ഇന്നും സമീപസ്ഥനായി വസിക്കുന്നുവല്ലോ. വിശക്കുന്നവനെ കാണാതെ നാളേക്ക് സംഭരിക്കുന്നത് അധാർമികതയല്ലേ? അപ്പോൾ നാമൊക്കെ പുലർത്തുന്നത് ധാർമ്മികതയോ അധാർമികതയോ?